गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरा गुरु साक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः। ओम ब्रह्मणे मूर्तिमते श्रितानां शुद्धिहेतवे नारायण यतीन्द्राय तस्मै श्री गुरवे नमः। नमो भगवते नित्यशुद्धमुक्तमहात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। महनीय चरित्राय ममतारहितात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। शिशिरी कुर्वते शान्ते कडाक्षै शिष्य सञ्चया ब्रह्मविद्या कोविदाया तस्मै श्री गुरवे नमः। वादिनां वादिने वाच्यं यमानां मौनभाजिने सर्वलोकानुरूपाय तस्मै श्री गुरवे नमः। यस्य नः कल्पते सिद्धै पादाम्बुजरजोलवः नारायण यतीन्द्राय तस्मै श्री गुरवे नमः. ഭഗവാൻ ശ്രീനാരായണ മഹാഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ ഞായറാഴ്ച തോറും നടന്നു വരുന്ന ശ്രീനാരായണ ദർശന പഠന ശിബിരത്തിന്റെ പൂജനീയനായ അധ്യക്ഷൻ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ പ്രാർത്ഥന ആലപിച്ച് നമ്മളെ ഭക്തിസാന്ദ്രമാക്കിയ മഞ്ജുഷ ഷിബു, സ്വാഗത പ്രാസംഗിക ലഗ്ന ബാലു, കൃതജ്ഞത അർപ്പിക്കുന്ന ശൈലജ ശശി, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സ്മൈലിന്റെ നെടുന്തൂണായ ബെൻസാൽ സാർ, സ്നേഹനിധിയായ ധന്യ ടീച്ചർ, അനീഷ് സാർ, മറ്റ് സ്നേഹനിധികളായ ആചാര്യന്മാർ, എല്ലാത്തിലും ഉപരി ഇന്നത്തെ ഈ ക്ലാസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പൂജനീയ മഹത് വ്യക്തിത്വങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. വിശ്വം നമിച്ചു നിൽക്കുന്ന ശിവഗിരി എന്ന പുണ്യഭൂമി, അത് ഭാരതത്തിന്റെ സുഹൃതമാണ്. ജന്മം കൊണ്ട് പവിത്രമായ ചെമ്പഴന്തി പോലെ, കർമ്മം കൊണ്ട് പവിത്രമായ അരുവിപ്പുറം എന്ന തപോഭൂമി പോലെ മാനവരാശിയെ ഒന്നാകെ വലിയ കൽപ്പടവുകളിലേക്ക് നടന്നു കയറാൻ, ഓടിക്കയറാൻ പഠിപ്പിച്ച വിശ്വമഹാഗുരു വാണരുളുന്ന ശിവഗിരി, അശരണരുടെയും ആലംബഹീനരുടെയും പുണ്യസങ്കേതം ശിവഗിരി എന്ന പുണ്യഭൂമി. പ്രാർത്ഥന ഉരുവിടുന്ന ചുണ്ടുകളുമായി മനസ്സു മുഴുവൻ മഹാഗുരുവെന്ന
വിശ്വപ്രപഞ്ചത്തെ അകതാരിലേറ്റിക്കൊണ്ട് ശിവഗിരിയുടെ മണ്ണില് കാലുകുത്തുമ്പോൾ ആദ്യം നാം കാണുന്നത് വിദ്യയുടെ അതിദേവത, സർവ ഐശ്വര്യങ്ങളുടെയും നാഥയായ ഭഗവാൻ തൻ്റെ തൃക്കൈകളാൽ പ്രതിഷ്ഠ ചെയ്ത, തൻ്റെ ജീവന്റെ അംശത്തെ പകർന്നു നൽകിയ ഗുരുവിന്റെ സച്ചിഷ്യനായ ചൈതന്യസ്വാമികളാൽ വർണ്ണാഭമാക്കി മാറ്റിയ ശാരദാമഠം. നമുക്കറിയാം, ശാരദാമഠത്തിലേക്ക് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ സർവ ഐശ്വര്യദായിനിയായ ശാരദാംബ, അതിഗോപനീയമായ ശ്രീകോവിലാണ്. ചതുർഭുജ വാഹ്യായ ദേവിയുടെ കൈകളില് ഗ്രന്ഥം, തത്ത, കലശം, ചിന്മുദ്ര. ഇത് പുരുഷാർത്ഥങ്ങളായ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളെയാണ്. ആ ഒരു മോക്ഷത്തോടുകൂടി, ആ ഒരു സങ്കല്പത്തോടു കൂടിയാണ് മഹാഗുരു ഇത് നമുക്ക് പകർന്നു തന്നത്, അറിവിന്റെ ദേവതയെ. അതിനെ തൻ്റെ ആ ഒരു ജീവാംശം കൊണ്ട് ഭഗവാൻ 1912 കുമാരനാശാന്റെ വാക്കുകളെ കടമെടുക്കുകയാണെങ്കിൽ ആശാൻ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ആ ശാരദാംബയെ ഭഗവാൻ തൻ്റെ തൃക്കൈകളാല് നമുക്ക് പകർന്നു തന്നു. ഈ ലോകത്തിന് തന്നെ അറിവിന്റെ ദേവതയെ. ഇവിടെ നാം ഒരു കാര്യം പ്രത്യേകമായി ഓർത്തു വെക്കേണ്ടതുണ്ട്. കാരണം അരുവിപ്പുറത്ത് ഭഗവാൻ ശങ്കരനെ പ്രതിഷ്ഠിച്ച് ശിവപ്രതിഷ്ഠ നമുക്ക് തന്നത്, അവിടെ ജാതിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഭഗവാൻ ആലേഖനം ചെയ്തു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിതെന്ന് ഭഗവാൻ അരുൾ ചെയ്തത് ആ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് മാലോകര് അതറിയുന്നത്. എന്നാൽ ശിവഗിരിയിലെ ശാരദാംബയെ പ്രതിഷ്ഠിക്കുമ്പോൾ ആ പ്രതിഷ്ഠ അതൊരു വലിയ ആഘോഷം തന്നെയായിരുന്നു ശിവഗിരിയുടെ മണ്ണില്. അവിടെ അന്ന് SNDP യോഗത്തിന്റെ 9ാമത് വാർഷികവും അത് അതിവിപുലമായി ശാരദാ പ്രതിഷ്ഠയും യോഗത്തിന്റെ വാർഷികവും ഒക്കെ കൊണ്ടാടുകയാണ്. അപ്രകാരം സാത്വിക ഗുണവിലാസിനിയായ ശാരദാംബയെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ ആ തപോഭൂമിയുടെ പടവുകള് മെല്ലെ മെല്ലെ കയറുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അവിടെ ശങ്കരൻ പരദേശികളാൽ പ്രതിഷ്ഠാപിതമായ ശിവപ്രതിഷ്ഠയുടെ ബാക്കി എന്നാണോ നന്ദികേശന ശാരദാമഠത്തിന്റെ പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ പുണ്യം ഒക്കെ നുകർന്ന് ആ പുണ്യഭൂമിയിലൂടെ മെല്ലെ മെല്ലെ നാം ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് പുണ്യം നിറഞ്ഞ മെല്ലെ മെല്ലെ കുളിർകാറ്റേറ്റ് അതിരാവിലെ മുഴങ്ങുന്ന ഹോമമന്ത്രം, അല്ലയോ അഗ്നി, നീ പ്രത്യക്ഷ ബ്രഹ്മമാകുന്നു, നിന്നില് എല്ലാം ഹോമിച്ച് നീ ശുദ്ധമാക്കുന്നു, എന്നിലുള്ള എല്ലാത്തിനെയും ശുദ്ധമാക്കുന്ന അഗ്നിയെ, അതിനെ പ്രത്യക്ഷ ബ്രഹ്മമാക്കിക്കൊണ്ട് മഹാഗുരു പകർന്നു തന്ന ഹോമമന്ത്രം, ആ പർണശാലയുടെ പുലർകാലത്തില് ആ കുളിർക്കാറ്റേറ്റ് ആ മന്ത്രമൊക്കെ നുകർന്ന് നാം ഇങ്ങനെ മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ്. അവിടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ്? വൈദികമഠം. ഭഗവാൻ ശ്രീനാരായണ മഹാഗുരു വാണരുളുന്ന വൈദികമഠം. അവിടെ ഇങ്ങനെ കൂപ്പ് കൈകളുമായിട്ട് നാം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിയെത്തുന്ന കുറേ രൂപങ്ങളുണ്ട്. ഭക്തി നിർഭരമായി നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അകതാരിലേക്ക് മഹാഗുരു ഓടി വരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി, CF ആൻഡ്രൂസ്, ഡോക്ടർ പൽപ്പു, ഇവരെല്ലാം
നാം ഓർക്കണം, മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിലെത്തി മഹാഗുരുവിനെ സന്ദർശിച്ച വേളയിൽ പറയുന്നുണ്ട്, നാം ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിച്ചു വരികയാണ്. ഇതിനിടയിൽ പല സിദ്ധന്മാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിനു തുല്യനായ ഒരു മഹാത്മാവിനെ എങ്ങും തന്നെ കണ്ടിട്ടില്ല. അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ യോഗ നയനങ്ങളും ഈശ്വര ചൈതന്യം തുളുമ്പി നിൽക്കുന്ന മുഖകാന്തിയും മറ്റു വൈശിഷ്ട്യങ്ങളും ഒരിക്കലും മറക്കാനാവില്ല എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത്. ആ മഹാകവി പ്രകാരം അരളിയതിനു ശേഷം ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് CF ആൻഡ്രൂസ് നമുക്ക് പകർന്നു തരുന്നുണ്ട്. നാം പിന്നീട് ഇങ്ങനെ ചിന്തിച്ച് ആ പുണ്യഭൂമിയിലെ പുണ്യം മുഴുവൻ ഇങ്ങനെ നുകർന്നു നിൽക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മഹാകവി കുമാരനാശാൻ, നമ്മുടെ സഹോദരൻ അയ്യപ്പൻ, ഭഗവാന്റെ സച്ചിഷ്യന്മാരും ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരും എല്ലാം ഗുരുവിനെ കാത്ത് അക്ഷമയോടുകൂടി ആ വൈദിക മഠത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അവിടെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഭഗവാൻ ശ്രീനാരായണ പരബ്രഹ്മ സ്വരൂപൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ സംസാരിക്കുവാൻ വേണ്ടി മന്ദസ്മിതം കൊണ്ട് വൈദിക മഠത്തിൽ വിശ്രമിക്കുന്ന ഗുരു. തൊഴുകൈകളുമായി നമ്മൾ പരമഗുരുവെ, ഓം ശ്രീനാരായണ മഹാഗുരുവേ, ഓം ശ്രീനാരായണ പരമകാരുണികനായ ഗുരുവേ എന്നൊക്കെ വിളിച്ച് നാം ഇങ്ങനെ പവിത്രമായ മനസ്സോടുകൂടി ആ കൽപ്പടവുകളിൽ നിന്നും മെല്ലെ കയറുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് ഭഗവാൻ സഞ്ചരിക്കുന്ന ഓരോ വഴികളും, ഭഗവാന്റെ പാടുകൾ പതിഞ്ഞിരിക്കുന്ന ഓരോ മണൽത്തരിയും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കയറി ആ ഋഷ മണ്ഡപത്തെയൊക്കെ വലം വെച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും ഭഗവാൻ. ഒരിക്കൽ പോലും മൃഗങ്ങൾ വലിക്കുന്ന വണ്ടിയിലൊന്നും ഭഗവാൻ കയറില്ലായിരുന്നു. കാരണം അവയ്ക്ക് വേദനിക്കുമെന്നുള്ള, സഹജീവികളെ കരുണയോടുകൂടി കാണാൻ പഠിപ്പിച്ച ഗുരു. നമുക്കറിയാം, അനുകമ്പാദശകമൊക്കെ ഭഗവാൻ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് സഹജീവികളോട് എന്നും കരുണയോടുകൂടി വർത്തിക്കുവാൻ വേണ്ടിയാണ്. അത് ചെറിയ തീരെ നിസ്സാരമെന്ന് നാം കരുതുന്ന എറുമ്പിനെ കാട്ടിയാണ് മഹാഗുരു നമ്മെ പഠിപ്പിച്ചത്. നീ അഴിവുള്ളവനാകണം, നീ കരുണയുള്ളവനാവണം എന്ന് പറയുന്ന ആ മഹാഗുരുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ എങ്ങോട്ടാ മെല്ലെ നീങ്ങുന്നത് ഭഗവാൻ ശ്രീനാരായണ മഹാഗുരുവിന്റെ അരുമ ശിഷ്യൻ, തൻ്റെ അനന്തരഗാമിയായിട്ട് ഭഗവാൻ വാഴിച്ച ബോധാനന്ദ സ്വാമികളുടെ സമാധി സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നാം ഒന്നോർക്കണം, ഭഗവാന്റെ വാത്സല്യ ശിഷ്യൻ, ഭഗവാൻ തൻ്റെ ചാരോട് ചേർത്ത് നിർത്തിയ ബോധാനന്ദൻ, തനിക്ക് ശേഷം തൻ്റെ പിൻഗാമിയായി ഭഗവാൻ വാഴിച്ച ബോധാനന്ദൻ ശ്രീ ശങ്കര മഠത്തിൽ നിന്നാണ്. അതിലെ ഒന്നിലെ സന്യാസി ശ്രേഷ്ഠനായ ഈശ്വരാനന്ദനിൽ നിന്നാണ് സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്. പൂർവാശ്രനാമം വേലായുധൻ എന്നാണ്. ആ വേലായുധൻ ബോധാനന്ദനായി മാറുകയും വേദാന്ത പഠനത്തിനൊക്കെ ശേഷം ബോധാനന്ദ സ്വാമികള് തിരികെ കേരളത്തിൽ എത്തുകയാണ്. ഇവിടെ എത്തിയതിന് ശേഷം കാഷായമൊക്കെ ധരിച്ച് തലയൊക്കെ മുണ്ടനമൊക്കെ ചെയ്ത്, അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ബോധാനന്ദ സ്വാമികൾ അറിയുന്നു, മഹാഗുരു ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ നടത്തി എല്ലാവരെയും ഒന്നായി കാണുവാൻ വേണ്ടി, മാനവരാശിയെ ഒന്നായി കാണാൻ, ജാതിയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇവിടെ അവതരിച്ച ഭഗവാൻ ശ്രീനാരായണ മഹാഗുരുവിനെ അറിഞ്ഞ് ഇങ്ങനെ ബോധാനന്ദ സ്വാമികൾ മെല്ലെ മെല്ലെ അറിഞ്ഞു വരികയാണ് ഗുരുവിനെ. അപ്പോഴാണ് അറിയുന്നത് ഗുരു ഇവിടെ ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ നടത്തുന്നു എന്ന്. അത് ബോധാനന്ദ സ്വാമികൾക്ക് ഒട്ടും രസിച്ചില്ല. സ്വാമികൾ തൻ്റെ തൻ്റെ ഈ ശിഷ്യോത്തമന്മാരിൽ നിന്നും ഒരു ധർമ്മഭട സേനയെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരെയും ഒക്കെ കൂട്ടി ഗുരുവിനെ എതിർക്കാനുള്ള പ്ലാനൊക്കെ ഇട്ട് ബോധാനന്ദൻ ഗുരുവിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം ഈ ബോധാനന്ദ സ്വാമികൾക്ക് ഒരു പ്രത്യേകതയുള്ള എന്തെന്ന് വെച്ചാല്, ജാതിയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി
ഈ ഇവിടെ ഇങ്ങനെ ഓരോ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുകയും തൻ്റെ അടുത്തെത്തുന്നവർക്കൊക്കെ എൻ്റെ ബോധാനന്ദ സ്വാമികൾ സന്യാസ ദീക്ഷ നൽകുകയാണ്. അപ്പൊ ആര് വന്നാലും സന്യാസ ദീക്ഷ നൽകും. അങ്ങനെ ബോധാനന്ദ സ്വാമികൾ ഇതിനെ ജാതിയൊക്കെ എതിർത്ത് തല്ലുകൊടുക്കേണ്ടവർക്ക് തല്ലുകൊടുക്കും. അങ്ങനെ കായ്ബലം കൊണ്ടുമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ മഹാഗുരുവിനെ ദർശിക്കുന്നത്. അവിടെ ഗുരുവിനോട് തർക്കത്തിനും എതിർക്കുവാനും വേണ്ടി വരുന്ന ബോധാനന്ദ സ്വാമികൾ ഒരു നിമിഷം ആ ഗുരുവിന്റെ ദിവ്യ തേജോമയമായ മുഖത്തേക്ക് നോക്കിയതിന് ശേഷം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഗുരുവിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഗുരു പറയുന്നുണ്ട്, ജാതിയെ അതിജീവിക്കുവാൻ വേണ്ടി ക്ഷേത്രങ്ങളെ ബഹിഷ്കരിക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. അതിനു പകരം ക്ഷേത്ര ആരാധന നല്ലതാണെന്നും അവിടെ സാത്വികമായ ഒരു ആരാധന ഉണ്ടാവുകയും വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന പ്രാധാന്യം നൽകുകയും വേണമെന്ന് ഗുരു പറയുന്നുണ്ട്. അതിലൊക്കെ അകൃഷ്ടനായ ബോധാനന്ദ സ്വാമികൾ മെല്ലെ ഗുരുവിന്റെ സന്യാസ പരമ്പരയിലേക്ക് നീങ്ങി പോകുമ്പോൾ ഗുരു പറയുന്നുണ്ട്, വരുന്നവർക്കെല്ലാം സന്യാസ ദീക്ഷ നൽകരുത്. അതിനൊക്കെ ഒരു കാരണമുണ്ട്, ഒരു പ്രത്യേകതയുമുണ്ട്. വരുന്നവർക്കെല്ലാം ദീക്ഷ നൽകിയാൽ അത് ശരിയാവില്ലെന്ന് പറഞ്ഞ ബോധാനന്ദ സ്വാമികൾ ഗുരു പറയുന്നുണ്ട്, ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലാണ്ട് പോയല്ലോ എന്ന് ഗുരു പറയുന്നുണ്ട് ഒരിക്കൽ. അത്രയും ത്യാഗിയാണ് ബോധാനന്ദ സ്വാമികള്. കൊച്ചി നാഷണലൈസ്ഡ് ബാങ്ക് ഒക്കെ ഉണ്ടാക്കിയത് പോലും ബോധാനന്ദ സ്വാമികളാണ്. അങ്ങനെ ഗുരുവിന്റെ ആ സാത്വികമായ ഗുണങ്ങളോടും ഗുരുവിന്റെ ആ സൂര്യകോടി തുല്യം പ്രഭയോടും കൂടി ഇഴുകിച്ചേർന്ന് തൻ്റെ ഗാത്രത്തെ ഗുരുവിന്റെ ഗാത്രവുമായി തുന്നിച്ചേർക്കുകയാണ് ഭഗവാന്റെ ബോധാനന്ദൻ. നമുക്കറിയാം, മഹാഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷം 3-ാം നാളാണ് ബോധാനന്ദ സ്വാമികളുടെ മഹാസമാധി. ഗുരുവില്ലാത്ത ഈ ലോകത്ത് നമുക്കും ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മെ ഗുരു വിളിക്കുന്നു എന്ന് പറഞ്ഞാണ് ബോധാനന്ദ സ്വാമികൾ സമാധിയാവുന്നത്. അപ്പോൾ ആ ബോധാനന്ദ സ്വാമികളുടെ ത്യാഗവും ഗുരുവിനോടുള്ള അർപ്പണ മനോഭാവവും ഗുരുവിനോടുള്ള ഭക്തിയും എത്രമാത്രമാണെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും സാധിക്കില്ല. അതാണ് അതുകൊണ്ടാണ് ഗുരു പറയുന്ന ത്യാഗത്തിന്റെ കാര്യത്തിൽ നാം ബോധാനന്ദനോളം വരില്ല എന്ന്. അങ്ങനെ നമ്മൾ ബോധാനന്ദ സ്വാമികളുടെ മഹാസമാധിയിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ച് ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ എന്ന് തൊഴുകൈകളോടെ മഹാഗുരുവിന്റെ ശിഷ്യോത്തമനെയും വന്ദിച്ചുകൊണ്ട് നാം മെല്ലെ ആ വലിയ കൽപ്പടവുകൾ കയറുകയാണ്. അവിടെ നാം ഒന്നോർക്കണം, വിശ്വം ഇങ്ങനെ നമിച്ചു നിൽക്കുകയാണ് മഹാസമാധി മണ്ഡപത്തിൽ. അതിനെ കൺകുളിർക്കെ കണ്ട് ഹൃദയമൊക്കെ ആനന്ദ പുളകിതമായിട്ട് നാം ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് എന്താണ്? ഭഗവാൻ ശ്രീനാരായണ മഹാഗുരുവിന്റെ മഹാസമാധി മന്ദിരം. അത് വളരെ ഭംഗിയിലും വളരെ ചിട്ടയോടും കൂടി ഇങ്ങനെ മാനത്ത് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. മേഘങ്ങൾ അതിനെ മെല്ലെ ചുംബിച്ച് ഇങ്ങനെ പോകുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ ശ്രീനാരായണ മഹാഗുരുവിന്റെ വെണ്ണക്കൽ പ്രതിമ, ചൈതന്യം തുളുമ്പുന്ന, ചെന്താർമങ്ങും മുഖം, ചേതന നയനയുഗം, ചാരുനെറ്റിത്തടം, നൽപൊൻതാരിൻ കാന്തി പൊങ്ങും പ്രഭയോടു പുരുരോമാളിയാളുന്ന ഭൂമി, ചന്തത്തിൽ ജാനുവോളം വരുമരിയ കരാബ്ജങ്ങളും തുങ്കഭക്ത്യാ ചിന്തിച്ചും ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴും. ചിന്തിച്ച് ഉള്ളത്തിലേന്തുന്ന ഓരോ ഭക്തനും ആ വെണ്ണക്കൽ പ്രതിമയിലേക്ക് നോക്കിയിട്ട് എൻ്റെ മഹാഗുരുവേ എന്ന് ഉറക്കെ വിളിക്കും.
മഹാസമാധി മന്ദിരത്തിന്റെ നേർക്കാഴ്ചയിൽ ഇങ്ങനെ മയങ്ങി നാം നിൽക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ആരെയാണ്? ഭക്തോത്തംസം മഹാനായ MB മൂത്തേടത്തിന്. കാരണം ഭഗവാൻ ശ്രീനാരായണ മഹാഗുരു 1928 സെപ്റ്റംബർ 20 മഹാസമാധി ആയെങ്കിലും അന്നു മുതൽ ഭക്തരുടെ ഇടയിൽ ഉയർന്നു വന്ന ഒരു മഹത് കാര്യമാണ് മഹാഗുരുവിന്റെ മഹാസമാധി മന്ദിരം. ഓരോ ഭക്തന്റെയും ആ ശിവഗിരിയുടെ നെറുകയിൽ എത്തുന്ന ഓരോ ഭക്തരുടെയും ഉള്ളിൽ നോവുന്ന ഒരു ഓർമ്മയായിരുന്നു ശിവഗിരിയിലെ മഹാസമാധി മന്ദിരം എന്ന ആ മഹാസ്വപ്നം. പക്ഷേ നോക്കൂ, നാം ഓർക്കണം, 1928 മഹാസമാധിയായ മഹാഗുരുവിന്റെ മഹാസമാധി മന്ദിരം ഉയരുന്നത് 1968 മാത്രമാണ്. ഏകദേശം 40 വർഷങ്ങൾക്കപ്പുറമാണ് ആ മഹാസമാധി മന്ദിരം അവിടെ ഉയരുന്നത്. ഇന്ന് നാം കാണുന്ന ആ മഹാസമാധി മന്ദിരത്തിൽ ബ്രഹ്മശ്രീ ഗീതാനന്ദ സ്വാമികളും MB മൂത്തേടത്തിന്റെയും ഒക്കെ ഗുരുഭക്തിയുടെ ആഴമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം മഹാഗുരുവിനോട് അകമഴിഞ്ഞ ഭക്തിയും മഹാഗുരുവിനുള്ള വിശ്വാസവും ഗീതാനന്ദ സ്വാമികൾക്ക് എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം ഗുരുവിനോട് ചേർന്ന് നിന്ന് ഗുരുവിന് വേണ്ടി ആ ജീവിതത്തെ സമാശ്രയിച്ച് എന്തെല്ലാമാണോ ഗുരുവിന് തൻ്റെ ജീവിതം കൊണ്ട് നൽകാൻ പറ്റുന്നതെന്ന് ചിന്തിച്ച് തൻ്റെ ജീവിതം ഗുരുവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഗുരുവിന്റെ സന്യാസ ശിഷ്യനും അതോടൊപ്പം ഗുരുവെന്ന പരമകാരുണികനെ അകതാരിലേറ്റുന്ന ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യനായ MB മൂത്തേടത്തും. അപ്പോൾ ഇവര് രണ്ടുപേരും കൂടെ ഒന്നായി തീർന്നപ്പോൾ അവിടെ ആ സ്മരണ, അതൊരു സ്മരണ തന്നെയാണ്. അതിന്റെ അനുഭൂതിക്കൊട്ടും കുറവുമില്ല, അതിലൊട്ടും ഏറുകയും ചെയ്യാതെ ഗീതാനന്ദ സ്വാമികളുടെ ഭക്തിയും നമ്മുടെ MB മൂത്തേടത്തിന്റെ കർമ്മവും കൂടി ഒത്തുചേർന്നപ്പോൾ നാം ഇന്ന് കാണുന്ന മഹാസമാധി മന്ദിരം എന്ന ആ വിശ്വം നമിച്ചു നിൽക്കുന്ന മഹാസമാധി മന്ദിരം ഉയർന്നു വന്നത് ശിവഗിരിയുടെ നെറുകയില്. അപ്പോൾ ഇതിന് ചേർന്ന ഒരു ആലോചന യോഗം എന്ന് പറയുന്നത് 1119 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച്. നാം ഓർക്കണം, ഈ മഹാസമാധി മന്ദിരം ഉണ്ടായിട്ടില്ല. ഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷം വർഷങ്ങളോളം SNDP യോഗവും സന്യാസി പരമ്പരയും തമ്മിലുള്ള ഒരു തർക്കം മൂലം ഇതിങ്ങനെ നീണ്ടു പോകുകയും ഒക്കെ ഒരു ചെറിയ വ്യവഹാരം മൂലമാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നീണ്ടുപോകുന്നത്. എങ്കിലും എല്ലാവരുടെയും ഉള്ളില് ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാവണം. മഹാഗുരു ഈ ലോകത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവനും ജീവിതവുമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ മഹാഗുരുവിന് പകരം വെക്കുവാൻ നമ്മുടെ കയ്യിൽ ആകെയുള്ളത് എന്താണ്? നമ്മുടെ ഈ ജീവനും ജീവിതവും മാത്രമല്ലാതെ ഒന്നുമില്ല എന്നറിയാവുന്ന ഭക്തമാനസങ്ങൾക്ക് തീരാ വേദനയായിരുന്നു മഹാഗുരുവിന്റെ മഹാസമാധി മന്ദിരം പണിതുയർത്തുക എന്നുള്ള സ്വപ്നം. അങ്ങനെ ധർമ്മസംഘവും SNDP യോഗവും തമ്മിലുള്ള കലുഷതയൊക്കെ നീങ്ങിയതിന് ശേഷം ഇതിനു വേണ്ടുന്ന ഒരു നിർമ്മാണ കമ്മിറ്റി സഹോദരൻ അയ്യപ്പന്റെയും R ശങ്കറിന്റെയും MB മൂത്തേടത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ചേരുകയാണ്. പക്ഷെ അന്നത്തെ ആ യോഗത്തില് ആരും ഒന്നും വ്യക്തതയോടുകൂടി സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് മ്ലാനതയാണ്. കാരണം എങ്ങനെ ഇത് നടക്കും, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക, എപ്രകാരം ഇത് മുന്നോട്ട് നീക്കും, ആരും ഒന്നും പറയുന്നില്ല. കുറേ നേരത്തെ മൗനത്തിന് ശേഷം MB മൂത്തേടത്ത് എഴുന്നേറ്റ് നിന്ന് സദസ്സിനെ വന്ദിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ പാറൻ, അദ്ദേഹം മഹാസമാധി മന്ദിരം എന്നെങ്കിലും പണിയുകയാണെങ്കിൽ ആ അവസരത്തില് അവിടെ കൊടുക്കുവാൻ 10,111 രൂപ
ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ആ തുക ഉപയോഗിക്കാം എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു അന്നേ അവർ കരുതി വെച്ചിരുന്ന ആ സ്വപ്നത്തിന്റെ വില നാം അറിയുന്നത്. അപ്രകാരം നമ്മുടെ MP മൂത്തേടത്ത് ഇത് പറയുമ്പോൾ ആ സദസ്സിനൊരു ജീവൻ വെക്കുകയാണ്. അവർക്ക് ഉത്സാഹഭരിതരായി ഈ ഇതിനെക്കുറിച്ച് പിന്നെ എല്ലാവർക്കും ഒന്ന് സംസാരിക്കുവാനുള്ള ആ ഒരു ഊർജമൊക്കെ ലഭിക്കുകയാണ്. അപ്രകാരം ഈ MP മൂത്തേടത്ത് അന്ന് സദസ്സിനെ അഭിവാദ്യം ചെയ്ത് ഇപ്രകാരം അരുൾ ചെയ്തതിന് ശേഷം എല്ലാവരിലും ഒരു ഉണർവുണ്ടായിട്ട് പറയുകയാണ്, മഹാസമാധി ദിനത്തോടനുബന്ധിച്ച് നമുക്കൊരു പിരിവ് നടത്താം. എന്തിനാ? മഹാസമാധി മന്ദിരം പണിയുവാൻ വേണ്ടി. അപ്പോൾ വർഷങ്ങളിഞ്ഞു പോകുന്നു. അപ്പോൾ ആ ഒരു മഹാസമാധി ദിനത്തില് നമുക്ക് ഇങ്ങനെ ഒരു മന്ദിരം ഉയർത്തുവാൻ വേണ്ടി നമ്മൾ എല്ലാവരിൽ നിന്നും, അപ്പോൾ യോഗ നേതാക്കൾ പറയുന്നു വീട് വീടാന്തരം കയറി ഇറങ്ങി നമുക്ക് രൂപ സമ്പാദിക്കാം, അത് പിരിവായിട്ട് എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല, ചെറിയ കാണിക്ക ബോക്സ് പോലെ എല്ലായിടത്തും കൊടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും അപ്രകാരം ഒരു കാര്യം നടക്കുന്നില്ല. എല്ലാവരും ഇറങ്ങി വളരെ ഉത്സാഹത്തോടു കൂടി ഇറങ്ങിയിട്ട് പോലും 10,000 രൂപയാണ് അന്ന് പിരിഞ്ഞു കിട്ടിയത്. അതിൽ നിന്നും 6,000 രൂപയോളം ചിലവ് വന്നിട്ട് പോലും ബാക്കി 4,000 രൂപയാണ് ബാങ്കിൽ നമുക്ക് നിക്ഷേപിക്കാൻ കഴിഞ്ഞത്. എത്ര പരിശ്രമിച്ചിട്ടും മന്ദിര നിർമ്മാണം നടക്കാത്തതിൽ ഹൃദയം നൊന്തിട്ട് ശങ്കരാനന്ദ സ്വാമികൾ മഠാധിപതി ഒരു തീരുമാനത്തിൽ എത്തുകയാണ്. എന്തേ? മരണം വരെയും ഞാൻ ഉപവസിക്കും. ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശങ്കരാനന്ദ സ്വാമികൾ. അപ്പോൾ എല്ലാവർക്കും വിഷമമായി. സ്വാമികൾ ഇങ്ങനെ സമാധി മന്ദിരവും ഉയരാത്തതിൽ എല്ലാവർക്കും സങ്കടവുമുണ്ട്. അതിൻ്റെ കൂടെ ശങ്കരാനന്ദ സ്വാമികളുടെ ഈ തീരുമാനം കൂടെയൊക്കെ ആയപ്പോൾ എല്ലാവരും നമ്മുടെ മംഗലാനന്ദ സ്വാമികളെ സിലോണിലേക്കൊക്കെ പിരിവിനയക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നും ലഭിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ തുകകളൊക്കെ അവിടുന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. ഈ നിർമ്മാണ പ്രവർത്തനം നടത്തണമല്ലോ ശിവഗിരിയില്. അതിനു വേണ്ടിയാണ് LM ചിറ്റ്ല എന്ന് പറയുന്ന ഒരു നല്ല ആർക്കിടെക്റ്റിനെ ഇവിടെ കൊണ്ടുവന്ന് മഹാസമാധി മന്ദിരത്തിന്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ എടുപ്പിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ മുറ പോലെ നടക്കുകയാണ്. എന്നാൽ CO മാധവനും ശങ്കരാനന്ദ സ്വാമികൾക്കും ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിയായ ഒരു സങ്കടമുണ്ട്. കാരണം പൈസ ഇങ്ങോട്ട് വരുന്ന ഒരു വരവൊന്നും കാണുന്നില്ല. പക്ഷെങ്കിൽ ഇതിങ്ങനെ നടക്കുകയും വേണം. അങ്ങനെ MP മൂത്തേടത്ത് പറഞ്ഞിരിക്കുന്ന ഈ തുകയുണ്ട്. ആ തുകയുടെ കൂടെ ഇതും ചേർത്ത് വെച്ച് അടിത്തറ പണിയുന്നതിനെ കുറിച്ച് ആലോചന നടക്കുകയാണ്. അപ്പോൾ അടിത്തറ ഇങ്ങനെ ഓരോ വരി അടിത്തറ പണിത് കഴിയുമ്പോഴേക്കും സുമനസ്സുകൾ ഉണ്ടല്ലോ, അവരെല്ലാരും കൂടി അതിൽ ഓരോ കട്ട പെറുക്കി വെച്ച് ആ മന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് MP മൂത്തേടത്ത് അഭിപ്രായപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് അത് ചെയ്യുമ്പോൾ മഹാസമാധി മന്ദിരത്തിന്റെ പണി എളുപ്പത്തിൽ കഴിയും. അങ്ങനെ ഒരാഗ്രഹം. അപ്പോൾ അത് MP മൂത്തേടത്ത് ഇങ്ങനെ പറയുന്നത് വർഷങ്ങൾ കൊണ്ട്, ഏകദേശം 2, 3, 4 വർഷങ്ങൾ കൊണ്ട് അതിന്റെ പണി പൂർത്തിയാകുമെന്നുള്ള ആ ഒരു കണക്ക് കൂട്ടലുകളോടെ പറയുമ്പോൾ പക്ഷെ ഗീതാനന്ദ സ്വാമികൾക്ക് അതിൽ വളരെ വിഷമമുണ്ടായി. അദ്ദേഹത്തിന് അതൊട്ടും സമ്മതവുമായില്ല. പക്ഷെ ആ മന്ദിരത്തിന്റെ പണി നടക്കുമെന്നൊക്കെ ആയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എങ്കിലും ഇത് കുറച്ച് നീണ്ടുപോകുന്നതിനോട് സ്വാമിക്ക് അത്ര തൃപ്തി വന്നില്ല. ചിറ്റിലെ വന്ന മഹാസമാധി മന്ദിരത്തിന്റെ ഉയരം 74 അടി ആക്കുകയും അന്നേരം സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്, മഹാസമാധി മന്ദിരത്തിന്റെ ഉയരം 74-ൽ അധികമായാൽ പോലും എത്ര ഉയരത്തിലും അത് പണിയാൻ നമുക്ക് സാധിക്കണമെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ കേവൻ മുതലാളി, CO മാധവൻ, ഇവരെയൊക്കെ നമുക്ക് ഓർമ്മിക്കണം. അവരെയൊക്കെ നമിക്കേണ്ടുന്നതായ ഒരു സന്ദർഭമാണ് ഈ മഹാസമാധി മന്ദിരത്തെ കുറിച്ച് നമുക്കിവിടെ ഓർക്കുമ്പോൾ. ഇപ്പോൾ MB മൂത്തേടത്തിന്റെ എഞ്ചിനീയറായ സുബ്രഹ്മണ്യ അയ്യർ, ഗോവിന്ദൻ മേസ്ത്രി, ഇവരെയൊക്കെ നമ്മൾ ഈ മഹാസമാധി മന്ദിരത്തോട് ചേർത്ത് വെച്ച് സ്മരിക്കേണ്ടതായ പേരുകളാണ്. മഹാസമാധി മണ്ഡപത്തിന്റെ പണി പൂർത്തിയാകുന്നതനുസരിച്ച് ചിറ്റില ശിവഗിരിയിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന്റെ ഉയരം 74 അടിയാണ്. അതിന്റെ ബേസിക് അടിത്തറയെല്ലാം ഇങ്ങനെ കെട്ടി ഉയർത്തി ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും അദ്ദേഹം എത്തിക്കോളാം എന്ന് പറഞ്ഞ് ശങ്കരാനന്ദ സ്വാമികളോട് ഗീതാനന്ദ സ്വാമികളെ എല്ലാം വന്ന് കണ്ട് ശിവഗിരിയിൽ എത്തിയതിനു ശേഷം പ്ലെയിൻ വഴി അദ്ദേഹം തന്റെ സ്വദേശത്തേക്ക് മടങ്ങി പോകുമ്പോൾ അറിയാൻ സാധിക്കുകയാണ്, രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുന്നു. അപ്പോൾ ശ്രീനാരായണ മന്ദിരത്തിന്റെ ആർക്കിടെക്ചർ എന്ന ഒരു നിലയിൽ അദ്ദേഹം ലോക പ്രശസ്തനാവുകയാണ്. തുടർന്ന് ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടക്കുകയാണ്. അങ്ങനെ ആ പ്രവർത്തനത്തിലൊക്കെ പങ്കാളിയായതിനു ശേഷം നമ്മുടെ MB മൂത്തേടത്ത് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുകയാണ്. MB മൂത്തേടത്തിനോടൊപ്പം ഗീതാനന്ദ സ്വാമികളും പോയിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ MB മൂത്തേടത്ത് തന്റെ കഥ പറയുകയാണ് ഈ നമ്മുടെ ഗീതാനന്ദ സ്വാമികളോട്. ഞാൻ അത്ര വലിയ പൈസയൊന്നും ഇല്ലാത്ത ആളാണ്. ഞാൻ എൻ്റെ ചെറിയച്ഛൻ കോന്തി മേസ്ത്രിയോടൊപ്പമാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ MB മൂത്തേടത്തിന് ഗുരുവിൽ വളരെ ഭക്തിയാണ്. ഗുരുവിനോടുള്ള അകമഴിഞ്ഞ ഭക്തി മൂലം എപ്പോഴും ഗുരു ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ ഗുരുവിനോടുള്ള എന്ത് കാര്യങ്ങളും ഈ നമ്മുടെ MB മൂത്തേടത്ത് തുടങ്ങുമ്പോഴും എപ്പോഴും ഗുരുവിന്റെ ഒരു അനുഗ്രഹം MB മൂത്തേടത്തിന് ഉണ്ട്. അതുകൊണ്ട് ഗുരുവിനോടുള്ള അകമഴിഞ്ഞ ഭക്തിയാണ് MB മൂത്തേടത്തിന് ഇതിലേക്ക് നയിച്ചത്. ഭക്തി എല്ലാം ഇങ്ങനെ പറയുകയാണ്, എനിക്കിങ്ങനെ ഗുരുവിനുമായിട്ട് ചേർന്ന് നിന്നതിനാലാണ് ഈ ഭാഗ്യമൊക്കെ എനിക്ക് സ്വന്തമായി. ഞാൻ റെയിൽവേ കോൺട്രാക്ടറായ കഥകളും അതിലേക്ക് വന്നു ചേർന്ന കാര്യങ്ങളും എല്ലാം ആ ഒരു ഭക്തിയിൽ. അപ്പം ഗീതാനന്ദ സ്വാമികൾ പറയുകയാണ് MB മൂത്തേടത്തിനോട്, നമുക്ക് ഈ മഹാസമാധി മന്ദിരത്തിന്റെ പണി നമ്മുടെ MB മൂത്തേടത്ത് തന്നെ ചെയ്യണം. കാരണം മഹാഗുരുവും കുമാരനാശാനും ഉള്ളൊരു കാലം ലോകം MB മൂത്തേടത്തിനെയും വാഴ്ത്തുമെന്ന് പറയുകയാണ്. അങ്ങ് തന്നെ ഈ മഹാസമാധി മന്ദിരത്തിന്റെ പണി ചെയ്യണം. ആ മഹാസമാധി മന്ദിരത്തിന്റെ ഈ തറയിൽ ഉയരേണ്ട ഇഷ്ടിക മുഴുവനും മൂത്തേടത്തിൻ്റെത് മാത്രമായിരിക്കണം. അവിടെ ഒരു ഇഷ്ടിക പോലും വേറൊരാൾ വെക്കാൻ പാടില്ല എന്ന് ഗീതാനന്ദ സ്വാമികൾ മൂത്തേടത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ MB മൂത്തേടത്തിന്റെ കഥകളൊക്കെ കേട്ടിട്ട് ആണ് ഗീതാനന്ദ സ്വാമികൾ ഇത് മൂത്തേടത്തിനോട് പറയുന്നത്, നിങ്ങൾക്ക് ഉണ്ടാവും അത് ഗുരു. അപ്പം ഒരിക്കലൊരു കഥയുണ്ട്, MB മൂത്തേടത്തിന് ഗുരുവിനോട് ഭയങ്കര ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ്. അപ്പൊ ആ മൂത്തേടത്ത് ഒരിക്കല് തൻ്റെ ഈ കോൺട്രാക്ടറൊക്കെ വിജയിച്ചപ്പോൾ അതിൽ നിന്നും വെള്ളി നാണയവും ഒരു റാണിത്തലയുള്ള വെള്ളി നാണയവുമായിട്ട് ഗുരുവിന് കാണിക്ക സമർപ്പിക്കാൻ എത്തുന്നുണ്ട്. അങ്ങനെ ഗുരുവിന് കാണിക്ക സമർപ്പിക്കാൻ എത്തുന്ന സമയത്ത് ഗുരു അതിൽ നിന്നും 3 നാണയം തിരിച്ചു കൊടുത്തുകൊണ്ട് പറയാണ്, എനിക്കുള്ളതെല്ലാം നിനക്കും നിനക്കുള്ളതെല്ലാം എനിക്കും എന്ന് പറഞ്ഞ് ഗുരു MB മൂത്തേടത്തിനെ ആശീർവദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗുരുവിന്റെ ആശീർവാദം ആവോളം കിട്ടിയ MB മൂത്തേടത്തിന് പിന്നീട് അങ്ങോട്ട് ആ സമാധി മണ്ഡപം പണിയുവാനുള്ള തുക ഗുരുകാരുണ്യത്താൽ റെയിൽവേയിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടാതെ കിടന്ന 20 ലക്ഷത്തോളം രൂപയെല്ലാം കിട്ടുകയും കൃത്യമായി തന്നെ ഈ കോൺട്രാക്ടർ പണികളെല്ലാം കിട്ടുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിന് ധാരാളം പൈസയുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഈ മഹാസമാധി മണ്ഡപത്തിന്റെ പണി ഇങ്ങനെ പൂർത്തിയാക്കിയാണ്. അപ്പം ഇങ്ങനെ ഗീതാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, മഹാകവിയും
മഹാഗുരുവും ഉള്ളൊരു കാലം അങ്ങയുടെ നാമവും വാഴ്ത്തപ്പെടുമെന്ന് പറഞ്ഞെങ്കിലും അങ്ങേയും ലോകം സ്മരിക്കുമെന്ന് എം പി മൂത്തടത്തിനോട് പറയുമ്പോൾ എം പി മൂത്തടത്ത് പറയുന്നുണ്ട്, മഹാഗുരു എവിടെ, മഹാകവി എവിടെ, ഈ പാവം റെയിൽവേ കോൺട്രാക്ടറായ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം സ്വാമികൾ പറയുന്നുണ്ട്, ഇത് പണിയണം. ഗീതാനന്ദ സ്വാമികൾ പറയാണ്, ഇത് മൂത്തടത്ത് തന്നെ പണിതാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ മൂത്തടത്ത് അതിൻ്റെ പണി അങ്ങോട്ട് ഏറ്റെടുത്ത് നടത്തുകയാണ്. അങ്ങനെ മഹാസമാധി മന്ദിരം മെല്ലെ മെല്ലെ ഉയർന്നു. അതിൽ വെക്കുവാനുള്ള പ്രതിമ പിന്നീട് അതായി എല്ലാവരുടെയും മനസ്സിലെ വിചാരം. കുറച്ചു പേരൊക്കെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും സഹോദരൻ അയ്യപ്പനുള്ളവരുടെ തീരുമാനം നമുക്കിവിടെ പ്രതിമ, മാർബിളിൽ കൊത്തിയൊരു പ്രതിമ വെക്കാമെന്ന് തീർത്ഥസ്വാമികളും നാരായണ തീർത്ഥസ്വാമികളും പറയുന്നത് അനുസരിച്ച് കാശിയിലുള്ള പശുപതിനാഥ മുഖർജിയെ ഈ നിർമ്മാണത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയാണ് ശിവഗിരി മഠം. അങ്ങനെ പശുപതിനാഥ മുഖർജി ഒരു ഇതിനുള്ള തുക പറഞ്ഞ് ഉറപ്പിച്ച് ഗുരുവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത്, ഷഷ്ടിപൂർത്തി ആഘോഷവേളയിൽ എടുത്ത ആ ഫോട്ടോയൊക്കെ കൊടുത്ത് പ്രതിമയുടെ മോഡൽ ഒരുക്കുന്ന ജോലിയിലേക്ക് വ്യാപൃതനായി. പക്ഷെ ഒരിക്കൽ പോലും ഈ മോഡലിനെ നന്നാക്കാൻ നമ്മുടെ ഈ പശുപതിനാഥ മുഖർജിക്ക് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ആകെ വിഷമായി. കാരണം ഇത്രയും പ്രശസ്തനായ പേര് കേട്ട കാശിയിലുള്ള ഈ ചിത്രകാരന്, ഈ മോഡൽ നിർമ്മാതാവിന് ഈ ഒരു കാര്യത്തില് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം ആകെ പരിഭ്രാന്തനായി പോവുകയാണ്. പരിഭ്രാന്തനായി പോയ അദ്ദേഹം എന്തു ചെയ്തു? തൻ്റെ പ്രതിമ നിർമ്മിക്കുന്ന ആ മുറിയിൽ അദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുകയാണ്. മഹാഗുരുവിന്റെ ഈ പ്രതിഷ്ഠ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഈ മോഡൽ തയ്യാറാക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ ഒരു ഉപവാസം ഇരിക്കുകയാണ്. അന്നേരം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പുലർച്ചെ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു, അവിടെ ആ മുറിയില് ഭഗവാൻ ശ്രീനാരായണ മഹാഗുരു എഴുന്നള്ളി വന്ന് പശുപതിനാഥ മുഖർജിയുടെ മുന്നിൽ ഇരുന്നു കൊടുത്തു മോഡലായി. നാം ഓർക്കണം, ഗുരുവിൻ്റെ ആ കാരുണ്യം. വിഷമിച്ചിരിക്കുന്ന അംഗങ്ങളുടെ ഇടയിലേക്ക് ഗുരു ഇറങ്ങി വന്നിട്ട് ആ ഗുരുവിന്റെ കാരുണ്യം പശുപതിനാഥ മുഖർജി കണ്ടറിയുകയാണ്. അങ്ങനെ പുലർച്ചെ ആ മോഡൽ നിർമ്മാണം പൂർത്തിയാക്കിയ അദ്ദേഹം തൻ്റെ സഹധർമ്മിണിയെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവര് ആ മൂർത്തിക്ക് മുന്നിൽ ആരാധനയോടെ തൊഴുകൈകളോടെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നീട് തീർത്ഥാടകരുടെ സമാധി വിവരം അറിഞ്ഞ പശുപതിനാഥ മുഖർജി ഈ മോഡൽ കാണുവാൻ കാശിയിലേക്ക് മഠത്തിൽ നിന്നും ക്ഷണിക്കുകയാണ് ആൾക്കാരെ. മൂത്തേടത്തിന്റെ അനുഗ്രഹത്തോടെ ദയാനന്ദ സ്വാമികൾ ഉൾപ്പെടെയുള്ളവർ കാശിക്ക്, അവർ 3 പേർ കാശിക്ക് പോകുന്നു. മോഡൽ കണ്ട് ശങ്കരാനന്ദ സ്വാമികൾ മഠത്തിലേക്ക് കത്തെഴുതുന്നുണ്ട്. കത്തെഴുതി പ്രതിമ കൊണ്ടുവരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ആലോചനയും അങ്ങനെ അതിനെക്കുറിച്ച് ശിവഗിരിയിലൊക്കെ അറിയിപ്പൊക്കെ വന്നു, കത്തുകളൊക്കെ കിട്ടിയിരിക്കുന്ന അവസരത്തിലാണ് പശുപതിനാഥ മുഖർജിയുടെ ദേഹവിയോഗം ശിവഗിരി മഠം അറിയുന്നത്. അങ്ങനെ പ്രതിമാ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഷർണൂരുള്ള മൂത്തേടത്തിന്റെ ഭവനത്തിലേക്ക് ആഘോഷമായിട്ട് ഇത് കൊണ്ടുവരികയാണ് ഗുരുവിന്റെ പ്രതിമ. അത് വളരെ അന്ന് ലോറിയിലൊക്കെയാണ് കൊണ്ടുവരുന്നത്. പിന്നീട് ഇത് ശിവഗിരി മഠത്തിലേക്ക് കൊണ്ടുവരുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആഘോഷത്തോടുകൂടി പൂമാലയിട്ട് സ്വാമിയെ സ്വീകരിച്ച് എല്ലായിടത്തെയും സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് മൂത്തേടത്തിന്റെ ഭവനത്തിൽ നിന്നും മഹാഗുരുവിന്റെ ഈ പ്രതിമ ഡിസംബർ 31 വൈകിട്ട് ശിവഗിരിയിൽ എത്തിച്ചേരുകയാണ്, മഹാസന്നിധിയിൽ. ആ പ്രതിഷ്ഠ നടക്കുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആഘോഷമായിരുന്നു. നമുക്കറിയാം, പശ്ചിമ ദിക്കിന് അഭിമുഖമായി പീഠത്തില് ഗുരു ഇങ്ങനെ വെളുപ്പിന് 4 മണിക്ക്, അന്നായിരുന്നു പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തം.
അതിന് മൃത്യുഞ്ജയൻ തന്ത്രികളും ഗോപാലൻ തന്ത്രികളെ പോലെയുള്ള എല്ലാവരും, ശ്രീധരൻ തന്ത്രികളെയൊക്കെ സഹായിക്കുവാൻ നിജാനന്ദ സ്വാമികള്, പൂർണ്ണാനന്ദ സ്വാമികൾ, മഠാധിപതി ശങ്കരാനന്ദ സ്വാമികൾ, എല്ലാവരും, നമുക്കറിയാം ലോകം മുഴുവൻ ആ ശിവഗിരിയുടെ മുറ്റത്തുണ്ട്. ആ ശിവഗിരി എന്ന പുണ്യഭൂമിയുടെ മുറ്റത്ത് ലോകം ഇങ്ങനെ നമിച്ചു നിൽക്കുകയാണ്. കാരണം ഭഗവാൻ ശ്രീനാരായണ മഹാഗുരു ഒരായുസ്സും വപുസ്സും ആത്മതപസ്സും അവശത അനുഭവിക്കുന്ന അനേകർക്ക് വേണ്ടി ബലിയർപ്പിച്ച ഭഗവാൻ, ആ ദിവ്യരൂപം. കുമാരനാശാൻ പറയുന്നുണ്ട് ഗുരുവിനെ എങ്ങനെയാ പ്രണയിക്കേണ്ടതെന്ന്. അണകവിയും നഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ. നാരായണ മഹാഗുരുവിനെ എപ്രകാരമാണ് ഭജിക്കേണ്ടുന്നതെന്ന് കുമാരനാശാൻ വളരെ വ്യക്തതയോടുകൂടി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മഹാഗുരുവിൻ്റെ ആ മഹാപ്രതിഷ്ഠ, അതിൻ്റെ പ്രാണപ്രതിഷ്ഠ ശിവഗിരിയുടെ മണ്ണിൽ നടക്കുകയാണ്. ഭക്തിയുടെ നിറവില്, ആനന്ദത്തിന്റെ ലഹരിയില് ഇങ്ങനെ തങ്ങളുടെ ഗുരുവിനെ ഒരു നോക്ക് കാണുവാൻ, ഗുരുവിന്റെ ആ ദിവ്യമായ ചൈതന്യത്തെ കാണുവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. 101 കലശത്താൽ അഭിഷേകമൊക്കെ ചെയ്ത് ആ ബ്രാഹ്മമുഹൂർത്തത്തില് ലോകൈകവന്ധ്യനായ മഹാഗുരുവിനെ പ്രാണപ്രതിഷ്ഠയൊക്കെ ശിവഗിരിയുടെ മണ്ണില് അവിടെ ഭഗവാൻ ഇങ്ങനെ സുസ്മേരവദ്ധനായി നമ്മെ കാത്തിരിക്കുകയാണ്. നാം ഒന്നോർക്കണം, നാം ശിവഗിരിയിലേക്ക് ചെല്ലുമ്പോൾ, ശിവഗിരിയുടെ മണ്ണിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ, ആ പ്ലാവിന്റെ ചുവട്ടിലൊക്കെ ഇരിക്കുമ്പോൾ മഹാഗുരു മെല്ലെ നമ്മളെ തഴുകുകയാണ്. ഒരു സ്വപ്നത്തിൽ എന്ന പോലെയാണ് നാം ഇവിടെ ഇരിക്കുന്നത്. കാരണം അന്നേരം നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ഗുരു എത്രമാത്രം ഈ ശിവഗിരിയുടെ മണ്ണിലൂടെ നടന്നിട്ടുണ്ടാവും, ഇവിടെ എന്തേറെ ഗുരുവിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരെയും ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിച്ച ഗുരു ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകളെ ഒന്നായി തച്ചുടച്ചുകൊണ്ട്, ഗുരുവിന്റെ കുട്ടിക്കാലത്ത് തന്നെ ഗുരുവിന് ദർശനം കിട്ടുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ. ആ ശ്രീകൃഷ്ണ ദർശനത്തിലൂടെ ഗുരു ഇങ്ങനെ മെല്ലെ ഈശ്വരനായി തീരുന്ന, അവിടുന്ന് ഗുരു മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ച് ഈശ്വരനായി തന്നെ തീർന്ന മഹാഗുരു, ആ മഹാഗുരുവിന്റെ മഹാസമാധി മണ്ഡപം ശിവഗിരിയുടെ നെറുകയിൽ പണിത് തീർത്ത് തന്ന MP മൂത്തേടത്ത് എന്ന മഹാത്മാവിനെ ഇന്നും തലമുറകളോളം വാഴ്ത്തുകയാണ്. ആ പുണ്യാത്മാവിനെ ഒരിക്കലും നടക്കില്ല എന്ന് കണ്ട് ഭയന്നിരുന്ന, കാലങ്ങൾ നീണ്ടുപോകും തോറും നെഞ്ചുരുക്കം മാത്രം കണ്ടിരുന്ന ബോധാനന്ദ സ്വാമികൾ, നമ്മുടെ സന്യാസ ശ്രേഷ്ഠന്മാരെല്ലാവരും തന്നെ ആകെ പരിഭ്രാന്തരായിരുന്ന ആ വേളയില് അത് തന്നെ ഒറ്റയ്ക്ക് നടത്തുവാൻ മുന്നോട്ടിറങ്ങി വന്ന ഭഗവാൻ ഗൃഹസ്ഥ ശിഷ്യന്മാരോടൊപ്പം എന്നും നിറഞ്ഞു നിൽക്കുന്ന ഗൃഹസ്ഥാശ്രമ ശിഷ്യനായ MP മൂത്തേടത്തിന്റെ മുന്നില് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആ മഹാത്മാവിന്റെ മുൻപിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നറുമലരുകൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ മഹാഗുരുവിന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.